ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പുതിയ സാഹചര്യത്തിൽ കാലിഫ്ലവർ കൃഷിയുമായി അതിനുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ബീഹാറിൽ NDA സഖ്യം വമ്പിച്ച ഭൂരിപക്ഷം നേടിയ ശേഷം ആ വിജയാഹ്ലാദത്തിൻ്റെ ഭാഗമായി ആസാമിലെ BJP സർക്കാരിലെ ഒരു മന്ത്രി അശോക് സിംഗാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരു ട്വിറ്ററിൽ എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തു. ബീഹാർ അപ്രൂവ്സ് ഗോബി ഫാമിംഗ് എന്നാണത്. അതായത് ബീഹാർ കാലിഫ്ലവർ ഫാമിങ്ങിനെ ശരിവെക്കുന്നു, അപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണത്, ആ തലക്കെട്ട്. എന്നിട്ട് വലിയൊരു കാലിഫ്ലവർ വയലിൻ്റെ ചിത്രവും അദ്ദേഹം കൊടുത്തിരിക്കുന്നു. ഇത് എത്ര നിർദോഷമായ ഒരു ആഹ്ലാദ പ്രകടനമോ വിജയ പേരി മുഴക്കലോ ആയി നമുക്ക് കരുതാനാവുമോ എന്നുള്ളതാണ് വിഷയം. രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മറ്റു പൊതു സമൂഹവും ഈ കാലിഫ്ലവർ പാടത്തിൻ്റെ ചിത്രവും ഇതോടനുബന്ധിച്ച് വന്ന ശീർഷകവും ഇത്രമേൽ അപകടകരമായ ഒരു സൂചനയായി കാണാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് 1989 അന്ന് കോൺഗ്രസ് ആയിരുന്നു ബീഹാറിലെ ഭരണകൂടം. സത്യനാരായൺ സിൻഹ എന്നോ മറ്റോ ആണ് മുഖ്യമന്ത്രിയുടെ പേര്. അവിടെ 116 മുസ്ലിങ്ങളെ വധിക്കപ്പെട്ടത്, 116 എന്നാണ് കണക്ക്. 4000-ഓളം വരുന്ന ബീഹാരികൾ ആക്രമിച്ച് കൊന്ന് കുഴിച്ചു മൂടി അതിനുമേൽ കാലിഫ്ലവർ കൃഷി നട്ടുപിടിപ്പിച്ചു. ഇതാണ് വിഷയം. ഇത് രാജ്യത്തെ നടുക്കിയ ഒരു സംഭവ വികാസമായിരുന്നു. ഇക്കാലത്ത് കമ്മീഷനുകളെല്ലാം നിയമിച്ച് അതിൻ്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് വ്യാപകമായി ഗവൺമെൻറ് മെഷീനറിയും പോലീസുകാരും പോലീസ് ഉദ്യോഗസ്ഥരും അതിന് കൂട്ടുനിന്നു, ആ കൂട്ടക്കൊലക്ക് കൂട്ടുനിന്നു, മുസ്ലിം കൂട്ടക്കൊലക്ക് കൂട്ടുനിന്നു എന്നുള്ളതായിരുന്നു കമ്മീഷൻ റിപ്പോർട്ടുകൾ. എന്തെല്ലാം കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും 1889 നടന്ന ആ കൂട്ടക്കൊലയ്ക്ക് 2007 മാത്രമാണ് ഭാഗികമായ ഒരു ചെറിയ ആശ്വാസം ലഭിച്ചത്. വെറും 14 പേരെ, അതിൽ ഒരാൾ പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. 14 പേരെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചുകൊണ്ടാണ് ആ കൂട്ടക്കൊലക്ക് കോൺഗ്രസ് സർക്കാർ പരിഹാരം കണ്ടത്. അതായത് 1989 നടന്ന സർക്കാർ ഒത്താശയോടുകൂടി എന്ന് കമ്മീഷൻ ആരോപിച്ച ഒരു കൂട്ടക്കൊലയുടെ അന്വേഷണം പൂർത്തീകരിച്ചിട്ടും അതിനുമേൽ നടപടിയെടുക്കാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാർ, കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരിച്ചിരുന്നവർ കോൺഗ്രസ് ആണ്, 2007 വരെ സമയമെടുത്തു. എന്നിട്ടും 4000-ഓളം അക്രമികളിൽ നിന്ന് 14 പേർക്ക് മാത്രമാണ് ശിക്ഷ കൊടുക്കാനായത്. ഇതാണ് അശോക് സിംഗാൾ എന്ന BJP മന്ത്രി ബീഹാറികൾ അത്തരം ഒരു കൃഷിക്ക്, എന്ന് വെച്ചാൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടവരുടെ മേൽ നട്ടുപിടിപ്പിക്കപ്പെട്ട കാലിഫ്ലവർ തോട്ടത്തിന് അപ്രൂവൽ നൽകിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലെ ധ്വനി, അതിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ധ്വനിപ്പിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു സൂചനയാണ് എന്നതാണ് നിഷ്പക്ഷ നിരീക്ഷകർ വിലയിരുത്തുന്നത്. രാജ്യത്ത് ഇതിനു മുമ്പും കോൺഗ്രസ് ഭരണത്തിൽ തന്നെ ദീർഘമായ കോൺഗ്രസ് ഭരണം എന്ന് പറയുന്നത് 1947 മുതൽ 2013 വരെയും കോൺഗ്രസ് ആണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. ഇടക്കാലത്ത് ചില ഇടക്കാല ഗവൺമെൻറ്റുകൾ വന്നുവെങ്കിലും 1947 മുതൽ 2013 വരെ ഉണ്ടായ അതിഭീകരമായ കലാപങ്ങൾ, വർഗീയ കലാപങ്ങൾ, പ്രധാനമായും മുസ്ലിങ്ങൾക്കെതിരായി നടന്നത് നിരവധിയാണ്.
എല്ലാ കാലത്തും കോൺഗ്രസ് സർക്കാരുകൾ അത് അന്വേഷണത്തിനായി കമ്മീഷനുകളെ നിയോഗിക്കുക എന്നൊരു രീതി ഏതായാലും അവർ നടപ്പിലാക്കി. പക്ഷേ ഒരിക്കലെങ്കിലും ആ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയോ അർഹമായ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകുകയോ ചെയ്യുന്നതിൽ കേന്ദ്ര സംസ്ഥാന കോൺഗ്രസ് ഭരണകൂടങ്ങൾ പലപ്പോഴും പരാജയങ്ങളായിരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുക. ഈ പശ്ചാത്തലത്തിൽ വേണം BJPയുടെ കാളിഫ്ലവർ കൃഷിയെക്കുറിച്ചുള്ള ബീഹാറികൾ അപ്രൂവ് ചെയ്തിരിക്കുന്നു, സമ്മതപത്രം നൽകിയിരിക്കുന്നു എന്നതിനെ കാണേണ്ടത്. കാരണം BJP ബീഹാറിൽ ഇനി നടത്താൻ പോകുന്നത് അത്തരം കാളിഫ്ലവർ കൃഷികളാണ് എന്ന് സൂചനയാണ് എന്ന് മുഖവിലക്കെടുത്താൽ തന്നെയും അതിനെ അവഗണിക്കാൻ വേണ്ടി നാം തിരിച്ചു പോകേണ്ടത് എങ്ങോട്ടാണ്? ആ ഒറിജിനൽ കാളിഫ്ലവർ കൃഷി നടത്തിയ ശവക്കൂനകൾക്ക് മേൽ കാളിഫ്ലവർ കൃഷി നടത്തിയ കോൺഗ്രസിന്റെ കാലത്തേക്കോ? BJP ഇതുപോലെ ഒരു വെല്ലുവിളി ഉദാഹരണ സഹിതം പറയുമ്പോൾ അതിനെ ഭയപ്പെട്ട് നാം തിരിച്ചു പോകേണ്ടത് വീണ്ടും ആ കാളിഫ്ലവർ കൃഷിയുടെ കാലത്തേക്ക് തന്നെയാണ്, ആ കാലഘട്ടത്തിലെ സർക്കാരുകളിലേക്ക് തന്നെയാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ദുര്യോഗം, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് കലാപം എന്ന ഒരൊറ്റ കലാപത്തെക്കുറിച്ചാണ്. പക്ഷെ ആ കലാപത്തിന് മുമ്പ് ഈ രാജ്യത്ത് ഭീകരമായ അനവധി കലാപങ്ങളും ഏകദേശം മനുഷ്യ വംശഹത്യയോളം എത്തുന്ന പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. സിഖുകാരുടെ 84 വിഷയം മാറ്റി നിർത്തിയാൽ തന്നെ മറ്റനേകം കലാപങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഒന്നിനു പോലും ഫലപ്രദമായ നടപടി ഉണ്ടായിട്ടില്ല എന്നതും ഏറെ ഉത്കണ്ഠാജനകമാണ്. അങ്ങനെ ഇരിക്കെ 2002 ഗുജറാത്ത് കൂട്ടക്കൊലയുടെ പേരിൽ BJPയെ നാം ഭത്സിക്കുന്നുണ്ട്, അത് അവരർഹിക്കുന്നുമുണ്ട്. എങ്കിലും അതിനേക്കാൾ നിരവധി കൂട്ടക്കൊലകൾ നടത്തിയ ഒരു കോൺഗ്രസിലേക്കുള്ള തിരിച്ചുപോക്കായിട്ടാണ് BJPയോടുള്ള ഈ വിമർശനത്തെ കാണേണ്ടി വരുന്നത്. ഇത്തരം ഗുജറാത്ത് കൂട്ടക്കൊല നടത്തിയ ബീഹാറിലെ ഭഗൽപൂരിലെ ശവ കുടീരങ്ങൾക്കുമേൽ കാളിഫ്ലവർ കൃഷി നടത്തിയതിനെ ഒരു അപ്രൂവലായി കാണുന്ന മന്ത്രിയുള്ള BJPയെ നാം മാറ്റി നിർത്തുമ്പോൾ പകരം നാം തിരഞ്ഞെടുക്കേണ്ടത് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? രാജ്യത്താകമാനം ഇത്രയേറെ കലാപങ്ങൾ നടത്തിയിട്ടും കാര്യക്ഷമമായ നടപടിയെടുക്കാൻ വൈമനസ്യം കാണിച്ച കോൺഗ്രസിനെയോ? ഇവിടെയാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളിൽ പ്രധാനപ്പെട്ട ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായ പക്വതയുടെ ആവശ്യം നേരിടുന്നത്. വലിയ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണിത്. കലാപങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസ് ചെയ്ത ഒരു പ്രധാന മികച്ച നല്ല കാര്യം എന്നുള്ളത് മിക്ക കലാപങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും മൗനാനുവാദത്തോടെയോ പരസ്യമായ സഹകരണത്തോടെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കോൺഗ്രസ് തന്നെ നിയമിച്ച കമ്മീഷനുകൾ വിലയിരുത്തിയിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ സമയത്താണ് കലാപങ്ങളിൽ കുറ്റവാളികളായ വ്യക്തികളെ, അത് ഏത് മതമാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും മുഖം നോക്കാതെ കർശനമായി ശിക്ഷിക്കാനുള്ള ഒരു സന്മനസ് കോൺഗ്രസ് സർക്കാരുകൾ കാണിച്ചിട്ടേയില്ല. അത് തന്നെയാണ് നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്നത്. 2002 ഗുജറാത്ത് കൂട്ടക്കൊലയുടെയും ബാബരി മസ്ജിദ് ധ്വംസനത്തിൻ്റെയും മറ്റനേകം ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളുടെയും പേരിൽ ഈ BJP ഗവൺമെന്റ് നമുക്ക് മാറ്റി നിർത്തേണ്ടി വന്നാൽ പകരം കൊണ്ടുവരേണ്ടത് ആരെയാണ്? ഈ കോൺഗ്രസിനെ തന്നെയാണ്. കോൺഗ്രസിന്റെ കാലത്തെ രാജ്യത്തെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ വന്ന വീഴ്ചകൾ, അതിൽ പോലീസുകാരും പ്രാദേശിക ഭരണകൂടങ്ങളും വഹിച്ച പങ്ക്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ രേഖകൾ കമ്മീഷനുകളുടെ രേഖകളിലുണ്ട് എന്നിരിക്കെ നാം ചെയ്യേണ്ടത് ഇന്ത്യൻ യൂണിയനിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, ദളിതുകൾ,
മറ്റ് അവഗണിക്കപ്പെട്ട താഴേക്കിടയിലുള്ള സമൂഹങ്ങൾ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധത്തോടെ വേണം അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ. കേരളത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഇടതുപക്ഷത്തെ മടുക്കുമ്പോൾ വലതുപക്ഷം കോൺഗ്രസ്, ഇടതുപക്ഷം പോയാൽ കമ്മ്യൂണിസ്റ്റ് പോയാൽ കോൺഗ്രസ്, കോൺഗ്രസ് പോയാൽ കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിൽ കേന്ദ്രത്തിൽ BJP പോയാൽ കോൺഗ്രസ്, കോൺഗ്രസ് പോയാൽ BJP എന്ന ആ രീതി നമുക്ക് അവലംബിക്കാനാവില്ല. കാരണം കോൺഗ്രസും BJPയും രാഷ്ട്രീയമായി തിരുത്തലുകൾക്ക്, അവരുടെ ആശയപരമായ തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടണം. അത് അവർ തന്നെ ചെയ്യേണ്ടതാണ്, ജനങ്ങൾക്ക് ചെയ്യാനാവില്ല. ഇവിടെ നാം ആലോചിക്കേണ്ടത് ആർക്ക് വോട്ട് ചെയ്യണം എന്നതിലല്ല, എങ്ങനെയുള്ള കൂട്ടർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായേ മതിയാവൂ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കും ദളിതുകൾക്കും. കാരണം ആരുടെ ഭരണത്തിന് കീഴിലാണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തപ്പെടുക എന്നതിനെക്കുറിച്ച് അവർ വേവലാതിപ്പെട്ടേ മതിയാവൂ. വെറുതെ മാറ്റത്തിന് വേണ്ടി ഒരു മാറ്റം, കോൺഗ്രസിനെ മടുക്കുമ്പോൾ BJP മടുക്കുമ്പോൾ കോൺഗ്രസ് എന്ന നില മാറി കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടിയുള്ള വോട്ടവകാശ വിനിയോഗമായിരിക്കണം ഈ സമൂഹങ്ങൾ, താഴ്ത്തപ്പെട്ട അവഗണിക്കപ്പെട്ട സമൂഹങ്ങൾ നിർവഹിക്കേണ്ടത്. കേവലം മോഡിയെ മാറ്റി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിലെത്തിക്കുകയോ BJPക്കാരെ മാറ്റി കോൺഗ്രസ്സുകാരെ പകരം നിയോഗിക്കുകയോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ മാറ്റി കോൺഗ്രസ്സുകാരുടെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ സഹായിക്കുകയോ ചെയ്യാനുള്ളതല്ല വോട്ടവകാശം. കൃത്യമായ വ്യവസ്ഥയോടുകൂടി ഡിമാൻഡ് ചെയ്യണം. രാജ്യത്തിൻ്റെ ഭരണഘടനക്കനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള പ്രാപ്തിയുള്ളവരാണോ, അതിൽ വീഴ്ച വരുത്തുന്നവരാണോ നാം വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന വ്യക്തികൾ എന്ന ഒരു വിചിന്തനം വോട്ടർമാർക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദളിത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക്. ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണെങ്കിലും ക്രിസ്ത്യൻ, പാഴ്സി, ജൈന ന്യൂനപക്ഷങ്ങളും പക്ഷങ്ങളാണ്. പക്ഷേ പേരെടുത്ത് പറഞ്ഞ് അവഗണിക്കപ്പെടുന്ന ഏക ന്യൂനപക്ഷം മുസ്ലിങ്ങളാണെന്നുള്ളതാണ് മുസ്ലിങ്ങളെ എടുത്തു പറയാനുള്ള കാരണം. നമ്മൾ ഒരു മതത്തിൻ്റെ പക്ഷം ചേരുകയോ മറ്റൊരു മതത്തിന് എതിര് നിൽക്കുകയോ എന്നുള്ളതല്ല. ഒരു നിശ്ചിത മതത്തെ കൃത്യമായി മാർക്ക് ചെയ്ത് അവരെ മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനോ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ പക്ഷം തന്നെയാണ് നമ്മൾ ചേർന്ന് സംസാരിക്കേണ്ടി വരിക. അത് ആ പക്ഷത്ത് പെട്ടുപോയി ജന്മന എന്നതുകൊണ്ട് മാത്രമല്ല, അത് കൃത്യമായ മനുഷ്യാവകാശത്തിൻ്റെ, ഹ്യൂമാനിറ്റേറിയൻ താല്പര്യത്തിൻ്റെ രീതിയാണത്. നമ്മുടെ രാജ്യത്ത് ഭാഗ്യവശാൽ മുസ്ലിങ്ങളുടെയും ദളിതുകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പറയുന്ന പലരും മുസ്ലിങ്ങളിലോ ദളിതുകളിലോ പെടാത്തവരാണെന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ മഹാഭാഗ്യം, നമ്മുടെ ഒരു അനുഗ്രഹമായിട്ടുള്ളത്. കാരണം മുസ്ലിങ്ങളിലും ദളിതുകളിലും പെട്ട അവസരം ദുർബലരും മായിട്ടുള്ളവർക്ക് വേണ്ടി ഒച്ച വെക്കുന്നത്, ശബ്ദമുയർത്തുന്നത് കൃത്യമായും ഈ രണ്ട് വിഭാഗത്തിലും പെടാത്ത പുറത്തുള്ള നിഷ്പക്ഷമതികളും മനുഷ്യസ്നേഹികളുമായ രാഷ്ട്രസ്നേഹമുള്ളവരാണ് എന്ന് കാണാം. അതായത് ആ വിഭാഗത്തെ, അവരുടെ താല്പര്യത്തെ ഹനിക്കുന്ന തരത്തിൽ നാം പക്ഷപാതപരമായി പെരുമാറാൻ പാടില്ലാത്തതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. കാരണം മുസ്ലിങ്ങൾ അവരുടെ മാത്രം കാര്യം നോക്കുകയും ദളിതുകൾ അവരുടെ കാര്യം മാത്രം നോക്കുകയും ചെയ്യുന്നത് പോലെ മുസ്ലിമേതര ദളിതേതര സമൂഹങ്ങളും വ്യക്തികളും അവരുടെ മാത്രം കാര്യം നോക്കിയിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന നീതി നടത്തിപ്പ് പോലും ഉണ്ടാവുമായിരുന്നില്ല എന്ന് കാണാം. അതുകൊണ്ടാണ് നാം നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമ്മെ മാത്രം ബാധിക്കുന്ന ഒരവസ്ഥയിലാവരുത്. സമൂഹത്തിൽ ആരെ അനീതി ബാധിക്കുന്നുണ്ടെങ്കിലോ അതിനു വേണ്ടിയായിരിക്കണം നാം ശബ്ദമുയർത്തേണ്ടത്. ഇവിടെ ഈ പറയുന്നതും കേരളത്തിലെയോ ഇന്ത്യയിലെയോ മുസ്ലിം ജനസാമാന്യത്തിന് വേണ്ടി മാത്രമല്ല. കൂട്ടക്കൊലകളും മറ്റ് രാഷ്ട്രീയ സംഘർഷങ്ങളും രാജ്യത്തുണ്ടാവുമ്പോൾ അതിൻ്റെ ദോഷം അനുഭവിക്കുന്നത് രാജ്യത്തെ എല്ലാവരും കൂടിയാണ്. ഒരു പ്രത്യേക സമൂഹത്തിനോ സമുദായത്തിനോ അത് കൂടുതൽ അനുഭവപ്പെടുമെങ്കിലും ആർക്കും അതിൽ രക്ഷയില്ല എന്നുള്ളതാണ് കലാപങ്ങളുടെ ബാക്കി പത്രം പറയുന്നത്. നമ്മുടെ കോൺഗ്രസ് നിയോഗിച്ച കമ്മീഷനുകൾ തന്നെ വ്യക്തമായി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് കലാപ സമയത്ത് സർക്കാരുകൾ നിർവഹിച്ച
വരുത്തിവെച്ച വീഴ്ചകൾ, ഉദ്യോഗസ്ഥർ കാണിച്ച പക്ഷപാതങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം. പക്ഷേ അതിനൊന്നും കൃത്യമായ, ന്യായമായ, യുക്തിഭദ്രമായ നടപടിക്രമങ്ങൾ ഭരണകൂടങ്ങൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസിനോടുള്ള നമ്മുടെ പരിഭവം, പരാതി, ഉത്കണ്ഠ. ബി ജെ പിയെ മാറ്റിയാൽ, ബി ജെ പി മാറിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഈ കോൺഗ്രസ് ആണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നാം ഉത്കണ്ഠപ്പെടേണ്ടത്. അതുകൊണ്ട് നമുക്ക് ബി ജെ പിയെ മാറ്റേണ്ട, ബി ജെ പിയുടെ ഭരണക്കെടുതികൾ അതേപടി അനുഭവിച്ചു കളയാം, കോൺഗ്രസിന് ബി ജെ പിക്കാർ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണാം എന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് വരട്ടെ. കോൺഗ്രസ് തീർച്ചയായും നിരവധി പോസിറ്റീവ് ഗുണങ്ങളുണ്ട്. ഈ പറഞ്ഞത് ഒരു ദോഷമാണെങ്കിൽ അനവധി ഗുണങ്ങളും കോൺഗ്രസ് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ നിലക്ക് കോൺഗ്രസ് തിരുത്തലിന് തയ്യാറായി തന്നെ വേണം മുന്നോട്ട് വരാൻ. ഒരു തിരുത്തലിന്, കൃത്യമായ തിരുത്തലിനും ആത്മപരിശോധനക്കും കോൺഗ്രസ് വിധേയമാവുകയാണെങ്കിൽ ഭൂതകാലത്ത് സംഭവിച്ച അവരുടെ പിഴവുകൾ തിരുത്താനും ക്ഷമ ചോദിക്കാനും അതിനാൽ ബാധിക്കപ്പെട്ട സമൂഹങ്ങൾ ക്ഷമ പറയാനും അവർ തയ്യാറാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് വരുന്നതായിരിക്കും ഇന്ത്യക്ക് മെച്ചം. അതേസമയം നമുക്ക് പക്ഷപാതം ചേരാതെ പറയുകയാണെങ്കിൽ ബി ജെ പി കൃത്യമായ ചില തിരുത്തുകൾ വരുത്തുകയാണെങ്കിൽ ബി ജെ പിക്ക് വേറെ എതിരാളികൾ ഇവിടെ ഇല്ല. അടുത്ത 10-15 കൊല്ലത്തേക്കും അതുണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ബി ജെ പി ആ തിരുത്തലുകൾക്ക് തയ്യാറാണെന്ന് അവരുടെ സ്വഭാവത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും കാണാൻ കഴിയുന്നില്ല. സെക്കൻഡറി, തേർഡ് റേഞ്ചിലുള്ള പല നേതാക്കളും തീരെ നിരുത്തരവാദപരമായ രീതിയിലാണ് വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ പൊതു നന്മക്ക് ഉതകാത്ത തരത്തിലുള്ള വർഗീയത പറയേണ്ട കാര്യം എന്താണ് ഇവർക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു രാജ്യത്തിന് പൊതുവായി എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ വർഗീയത എന്നല്ല മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ രാജ്യത്തിന്റെ ഭദ്രതക്കും കെട്ടുറപ്പിനും പുരോഗതിക്കും വിഘാതമാവുന്ന തരത്തിലുള്ള കേവല വർഗീയത, വെറുപ്പ്, വിദ്വേഷം, പക ഒരു സമൂഹത്തിന്റെ നേതാക്കളെന്ന് അവകാശപ്പെടുന്നത് മറ്റൊരു സമൂഹത്തിനെതിരെ പ്രഖ്യാപിക്കുമ്പോൾ അത് രാഷ്ട്രത്തിന്റെ പൊതു നന്മയ്ക്ക് എതിരാണെന്ന് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും ബി ജെ പി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ബി ജെ പിക്ക് ഇവിടെ എതിരില്ല. അത് വേറൊരു വസ്തുതയാണ്. ഇവിടെ ബി ജെ പി കഴിഞ്ഞ 10 കൊല്ലമായി ഭരണത്തിലുണ്ടെങ്കിലും ഇവിടുത്തെ പ്രത്യേകം കോൺഗ്രസ്സുകാരോ മറ്റ് ബി ജെ പിക്ക് എതിരായ രാഷ്ട്രീയ കക്ഷികളോ പറഞ്ഞു പരത്തുന്ന തരത്തിൽ ബി ജെ പി ആരെയും വിഴുങ്ങിയിട്ടൊന്നുമില്ല. തീർച്ചയായും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സുഖകരമല്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കൂട്ട കൊലപാതകങ്ങളും മോബ് ലിഞ്ചിങ്, പശുക്കൊലകളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും 10 കൊല്ലം മറ്റ് പല മേഖലകളിലും കുഴപ്പങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആഭ്യന്തര കലാപങ്ങളുടെ കാര്യത്തിൽ കുറെ സാവധാനം ഗ്രാഫ് താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത്. അത് ബി ജെ പി ഗവൺമെന്റിന്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇത് കാരണം ബി ജെ പി ഭരിക്കുമ്പോൾ ബി ജെ പിക്കാർ കലാപം ഉണ്ടാക്കില്ല എന്നാണ് ഒരു കൂട്ടർ പറയുക. കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് അവർ കലാപം ഉണ്ടാക്കുക. എങ്കിൽ കോൺഗ്രസിന്റെ ഭരണം നടത്തുന്ന അവർക്ക് അതിന് നടപടിയെടുത്തുകൂടെ? അവർ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിക്കൂടെ ഇത് ബി ജെ പിക്കാർ ചെയ്തതാണെന്ന്? അതിന് കോൺഗ്രസ് എന്തുകൊണ്ട് മുതിർന്നില്ല? അതാണ് നമ്മുടെ ചോദ്യം. കോൺഗ്രസ് ഭരിക്കുന്ന സമയങ്ങളിൽ ബി ജെ പിക്കാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ വ്യക്തമായും കോൺഗ്രസ് അവയെ പിടിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ നിർത്തേണ്ടതല്ലേ? അങ്ങനെ വരുമ്പോൾ അവർക്ക് പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടല്ലോ ഏറ്റവും. കാരണം ബി ജെ പിക്കാർ കൊള്ളരുതാത്തവരാണെന്ന് കാണിക്കാനെങ്കിലും അങ്ങനെ ചെയ്യേണ്ടതായിരുന്നല്ലേ. പക്ഷെ അവരെന്തുകൊണ്ട് ചെയ്തില്ല? അവരെന്തുകൊണ്ട് കുറ്റവാളികളായ ബി ജെ പിക്കാരെ മുൻപിൽ, ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചില്ല? അത് അവരുടെ പോരായ്മ തന്നെയാണ്, കുറവ് തന്നെയാണ്, വീഴ്ച തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ബി ജെ പി ആയാലും കുഴപ്പമില്ല, കോൺഗ്രസ് ആയാലും കുഴപ്പമില്ല, ഇനിയിപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം തന്നെ നിലവിൽ വരികയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. കാര്യങ്ങൾ ഭരണഘടനാനുസൃതമായി, മാന്യമായി, നീതിപൂർവകമായി നടക്കണം എന്നേ നമുക്ക് താല്പര്യമുള്ളൂ. വ്യക്തമായ ഒരു രാഷ്ട്രീയ ചേരി പിടിക്കാൻ മാത്രം മികച്ച രാഷ്ട്രീയ കക്ഷികൾ നാട്ടിലില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് നിഷ്പക്ഷമതികളായ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാർക്ക് ഇങ്ങനെയേ കരുതാനാവുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പിന്തള്ളപ്പെട്ട, അവഗണിക്കപ്പെടുന്ന ജനസമൂഹങ്ങൾ അവിടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത് വലിയ കരുതലോടെ വേണം. താൽക്കാലികമായി ഉണ്ടാകുന്ന വൈകാരിക വിക്ഷോഭങ്ങൾക്ക് അടിപ്പെട്ട് വോട്ട് കണ്ടമാനം വാരി കൊടുത്തു കളയരുത്, ദുരുപയോഗപ്പെടുത്തുകയും അരുത്. അതായത് തങ്ങളുടെ താൽക്കാലികമായ ചെറിയ ചെറിയ മോഹഭംഗങ്ങളുടെയോ ഒരു വ്യക്തിപരമായ ചില വിദ്വേഷങ്ങളുടെയോ പേരിൽ ദുരുപയോഗം ചെയ്യപ്പെടേണ്ടതല്ല ഒരു വോട്ടവകാശം. അത് ദീർഘമായ രാഷ്ട്ര താല്പര്യത്തെ മുൻനിർത്തി വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വിനിയോഗിക്കപ്പെടാനുള്ളതാണ് വോട്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ നമുക്ക്
കോൺഗ്രസ് എന്നോ BJP എന്നോ മറ്റ് രാഷ്ട്രീയ കക്ഷികളെന്നോ പരിഗണനകൾക്കപ്പുറം കാര്യക്ഷമമായ ഭരണം കാഴ്ചവെക്കാൻ പ്രാപ്തരായ ഭരണഘടനയോട് കൂറും പ്രതിബദ്ധതയും പുലർത്തുന്ന രാഷ്ട്രീയ കക്ഷികൾ അവരുടെ ഗ്രാഫ് പരിശോധിച്ച് അവരുടെ വ്യക്തിപരമായ ഗുണമേന്മകൾ കൂടി പരിശോധിച്ച് വോട്ട് കൊടുക്കാൻ നാം തയ്യാറാകണം. കേവലം രാഷ്ട്രീയമായ പക്ഷപാതമോ കേവലം മതപരമായ സാമുദായികമായ മുൻഗണനാ ക്രമങ്ങളോ വോട്ടവകാശത്തിൽ കടന്നു വന്നുകൂടാ. അത് കൃത്യമായ രാഷ്ട്രീയ ദിശാബോധത്തോടു കൂടിയുള്ള വിനിയോഗമായിരിക്കണം വോട്ടിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം തൽക്കാലം നിർത്തുന്നു.